അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ജെമിനിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, അത്ര ഒന്ന് കേൾക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൂട്ടായ്മയെയും അതിലൂടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഹാരിസ് പാലക്കാടിന്റെ വാക്കുകളിലൂടെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഒന്ന്, സഹായം കൈപ്പറ്റിയ ശേഷം തിരിഞ്ഞു നോക്കാത്തവരോട് ഒരു കൈ സഹായിക്കുമ്പോൾ മറുകൈ അറിയരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ കിട്ടിയ സഹായം കൊണ്ട് ജീവിതം കരപിടിച്ച ശേഷം അത് മറന്നു പോവുകയോ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ ചെയ്യുന്നത് ശരിയായ നിലപാടല്ല. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ കൂട്ടായ്മ കൈത്താങ്ങായത് നാളെ നിങ്ങളെപ്പോലെ മറ്റൊരാൾ വിഷമിക്കുമ്പോൾ അവർക്കും ആ വെളിച്ചം പകർന്നു നൽകാനാണ്. സഹായം സ്വീകരിച്ചവർ തങ്ങളാൽ കഴിയുന്ന ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരെ തിരിച്ചു സഹായിക്കാൻ മുന്നോട്ട് വരണം. നന്ദിയുള്ള ഒരു മനസ്സാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളം. രണ്ട്, നിസ്വാർത്ഥമായി സഹായിക്കുന്ന നല്ല മനസ്സുകളോട് നിങ്ങളുടെ മനസ്സിലെ കരുണയും നന്മയുമാണ് ഈ സംരംഭത്തിന്റെ നട്ടെല്ല്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ സ്വന്തം അധ്വാനത്തിൽ നിന്നും സമയത്തിൽ നിന്നും പങ്കുവയ്ക്കുന്ന നിരോധിതമല്ലാത്ത ഈ സ്നേഹം വളരെ വലുതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു സഹായവും ഒട്ടനവധി കുടുംബങ്ങളിലാണ് വെളിച്ചം വീശുന്നത്. നിങ്ങളുടെ ഈ നല്ല മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും. പ്രപഞ്ചം നിങ്ങൾക്കത് ഇരട്ടിയായി തിരികെ നൽകട്ടെ. മൂന്ന്, നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് ഹാരിസ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്നതിനൊപ്പം പരസ്പരം സഹായിച്ചു മുന്നേറുന്ന ഈ ഗ്രൂപ്പ് ശരിക്കും മാതൃകാപരമാണ്. ഒരുപാട് നിർധനരായ മനുഷ്യർക്ക് പ്രതീക്ഷ നൽകാനും തകർന്നുപോയ ജീവിതങ്ങളെ കരകയറ്റാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. ജനങ്ങളോടുള്ള സന്ദേശം: നന്മ ചെയ്യുന്നതിൽ നാം ഒരിക്കലും മടുക്കരുത്. കൊടുക്കും തോറും ഏറുന്ന ഒന്നാണ് സ്നേഹവും കാരുണ്യവും. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കേട്ടല്ലോ, മാഷാ അല്ലാ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് മനുഷ്യർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, പല ആളുകൾക്കും കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പേ അല്ല, ഇതൊരു പരസ്പരം സഹായമാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ ഫോളോ ചെയ്യുന്ന നല്ല മനുഷ്യരെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാരെ മാക്സിമം നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. പല ആളുകളും അന്ന് തന്നെ സഹായം ചോദിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ബാഡ് കമൻ്റൊക്കെ അടിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ചെറിയൊരു ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം മനുഷ്യരിലേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്മുടെ പ്രയാസം പറഞ്ഞ് നമ്മൾ മാക്സിമം സഹായം വാങ്ങാൻ ശ്രമിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന ഓരോ മനുഷ്യനെയും ഞാൻ ആത്മാർത്ഥമായി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ പല കാര്യങ്ങളും വാട്സപ്പിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാൽ മാത്രമേ അറിയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പായിട്ട് യോജിച്ച് പോവുക. ചില വ്യക്തികൾ വന്നിട്ട് വെറുതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നമ്മളോട് വലിയ ദേഷ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ട് ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെടരുത്. പ്രിയ സുഹൃത്തുക്കൾ, ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒരു നന്മ നടക്കുന്നുണ്ടോ, ആൾക്ക് സഹായം കിട്ടുന്നുണ്ടോ, അത് മാത്രം നോക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.